ഹലോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും പ്രയോജനപ്രദമായൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമുക്ക് വലിയ രീതിയിൽ സ്റ്റിച്ചിങ് ഒന്നും അറിയാത്ത വീട്ടമ്മമാരുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കി നമുക്ക് ചെറിയ രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സ്ക്രഞ്ചീസിൻ്റെ ഒരു നിർമ്മാണ രീതിയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 അളവുകളിൽ ഇത് ചെയ്തെടുക്കാം. സ്മോള്, മീഡിയം, ലാർജ്. അതായത് സ്മോള് ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ, മീഡിയം ഒരു 4 ഇഞ്ച്, ലാർജ് ഒരു 6 ഇഞ്ച് വിഡ്ത്ത്. നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് 30 ഇഞ്ചസിലാണ്. അത് 3നും സെയിം 30 ഇഞ്ചസാണ് നമ്മൾ എടുക്കുന്നത്. ഈ വിഡ്ത്തിൽ മാത്രമേ നമ്മൾ വ്യത്യാസം വരുത്തുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ നമുക്ക് ഇതുപോലുള്ള ഇലാസ്റ്റിക്കും ആവശ്യമുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ചെറിയ മുതൽ മുടക്കി നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ ഒരു നിർമ്മാണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിക്കാം. ആദ്യത്തെ രീതി ഇതാണ് കേട്ടോ. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ വരത്തക്ക രീതിയിൽ ഇതുപോലെ ചീത്ത വശത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ചിൽ ആ എൻഡ് പോർഷനിൽ കൂടി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അറ്റം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 3 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ, സ്മാൾ സൈസാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പിന്ന് ഉപയോഗിച്ച് നമുക്കൊന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ അറ്റത്ത് പിന്നൊന്ന് കുത്തിയെടുത്തിട്ട് ഉള്ളിലേക്ക് ആ പിന്നിൻ്റെ ആ ഒരു കടഭാഗം ഇതുപോലെ ഉള്ളിലേക്കാക്കി ഇങ്ങനെ ചുരുക്കിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്കത് തിരിച്ചെടുക്കാം. എന്നിട്ട് ഇലാസ്റ്റിക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് അകത്ത് പിന്നുപയോഗിച്ച് തന്നെ നമ്മളൊന്ന് അകത്ത് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ 8 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് 8 ഇഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ എൻഡ് ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തും വെക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 7 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും. നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് കൊണ്ട് 8 ഇഞ്ചിലാണ് നമ്മൾ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എൻഡ് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ മാസ്കിനൊക്കെ ഇടുന്ന ഇലാസ്റ്റിക് പോലെ ആ ഒരു ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടിട്ട് കൊടുക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം അടുത്ത ഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ട് പുറത്തുള്ള ആ ഒരു ഭാഗം ആ എൻഡ് പോർഷൻ ഒന്ന് മടക്കി കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു വശങ്ങൾ തമ്മിൽ ഒരേപോലെ വരത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട്. ഈ ഒരു രീതിക്ക് പിടിച്ച് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് ഒരു രീതി. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ കളറ് നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്കത് തെളിഞ്ഞ് കാണും. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു കളർ നൂലിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു രീതിയാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയായിട്ട് തോന്നിയ ഈ ഒരു രീതിയാണ്. ഇത് നമ്മൾ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഉള്ളിൽ കൂടിയാണ് എടുക്കുന്നത്. ഈ ഒരു മെത്തേഡിലാണ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും എൻഡ് ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് സ്റ്റിച്ചിട്ട് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമുക്കത് എല്ലാ വശങ്ങളും ഒന്ന് കൂടി കിട്ടും. എന്നിട്ട് അടിപ്പ് വശം അടിയിലേക്കാക്കി ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിലൊന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് കണ്ടു, ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആ അടിപ്പ് വശത്ത് നിന്ന് തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി വരാം ഈ ഒരു രീതിക്ക്. അപ്പോൾ 1/2 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഉള്ളിലുള്ള തുണി അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ട് വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാൻ. അതുപോലെ നമ്മൾ അടിക്കും തോറും ആ ഉള്ളിലത്തെ ആ ഒരു പീസ് വലിച്ചും കൊടുക്കണം. ഇതുപോലെ വലിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കണം. കുറേശ്ശെ വലിച്ചെടുക്കണം, മൊത്തമായിട്ടല്ല. അടിക്കുന്നതിനനുസരിച്ച് ഇതുപോലെ ചെറിയ രീതിയിൽ വലിച്ചു കൊടുക്കുക. അടിക്കാനായിട്ട് നമുക്ക് കിട്ടാവുന്ന രീതിക്ക് ഇതുപോലെ അടിച്ചെടുക്കുക. അതുപോലെ ഉള്ളിലെ തുണി ഈ സ്റ്റിച്ചിൽ പെടാതെ ഒന്ന് ഉള്ളിലേക്ക് തള്ളി വെച്ച് കൊടുത്തിട്ട് വേണം കറക്റ്റ് 1/2 ഇഞ്ചിൽ തന്നെ ഒന്ന് അടിച്ച് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇത് അടിച്ചടിച്ച് നമ്മൾ ആദ്യം തുടങ്ങിയ ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൊണ്ടുവന്ന് നമുക്ക് കുത്തി നിർത്താം. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടിയാണ് നമ്മൾ ഈ ഉള്ളിലുള്ള തുണി പുറത്തേക്ക് വലിച്ചെടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് നല്ല നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്കും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതി അറിയാത്തവർ ആദ്യം കാണിച്ച രീതിക്ക് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ ഇതുപോലുള്ള കട്ട് പീസ് സാറ്റിൻ്റെയോ അല്ലെങ്കിൽ ക്രേപ്പ് മെറ്റീരിയലിൻ്റെയോ ഒക്കെ കുർത്തിയൊക്കെ തയ്ച്ചിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കി നമുക്ക് വരുമാന മാർഗം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി ആദ്യം കൊടുക്കുക. അപ്പോൾ അത് കണ്ട് മറ്റുള്ള കുട്ടികളും ചോദിച്ച് ഇതുപോലെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ കടകളിലൊക്കെ ഒരു 10 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റൊക്കെ അവരോട് പറഞ്ഞ് സംസാരിച്ച് 10 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റൊക്കെ കൊണ്ടുവച്ച് നമുക്കത് വിറ്റ് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്ത് അവർ വീണ്ടും വിളിക്കും, ഇത് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ കടക്കാർക്കും നമുക്കും നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്കൊരു റേറ്റ് പറയാം. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് അധികം നമുക്ക് വലിയ രീതിയിലുള്ള സ്റ്റിച്ചിങ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ഓപ്പണിങ്ങിൻ്റെ ഒരു ഭാഗത്ത് വേണം നമ്മൾ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതേ കളർ നൂലിൽ തന്നെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുത്തത്. അപ്പോൾ കണ്ടോ, ഈ 2 രീതിക്ക് നമുക്ക് സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ കാണിച്ച ആ ഒരു മെത്തേഡിൽ തന്നെ ഉള്ളിൽ കൂടി എലാസ്റ്റിക് കെട്ടിയിട്ടിട്ട് ഈ ഒരു മെത്തേഡിൽ തന്നെ വലിച്ചു കൊടുത്ത് ചെയ്യാനും പറ്റും. അതിലും കുറച്ചുകൂടി നല്ലത് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.